2 ദിവസങ്ങളായി നടന്നുവന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം സമാപിച്ചു. സമാപന സമ്മേളനവും കുടുംബസംഗമവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളായി നടന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം സമാപിച്ചു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമാപന സമ്മേളനവും കുടുംബസംഗമവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കൊച്ചു കേരളം പണ്ട് ജാതിമത വർണ്ണ വിവേചനം ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. ഈ സംസ്ഥാനത്താണ് പണ്ട് നായർ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ആ വീടിന്റെ വാതിക്കൽ ഒരു കിണ്ടിയും തോർത്തും എടുത്തു വെക്കും. ആ കിണ്ടിയും തോർത്തും ഒരു അടയാളമാണ്. എന്താണ് അടയാളം? ദാ നിങ്ങൾ എൻ്റെ വീട്ടില് ബ്രാഹ്മണരായവർക്ക് പാകമായൊരു പെൺകുട്ടി പാകമായിരിക്കുന്നു, വരൂ അവളെ ഉപയോഗിക്കൂ എന്നതിന്റെ സിമ്പലായിരുന്നു തോർത്തും കിണ്ടി. അവിടെയാണ് മന്നത്തു പത്മനാഭൻ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള NSSന്റെ സ്ഥാപക നേതാവ്. ഈ NSSന്റെ പേര് അന്ന് NSS നായർ സമാജമൊന്നും ആയിരുന്നില്ല കേട്ടോ. പണ്ട് ഇതിന്റെ പേര് ഭൃത്യ മഹാജനസഖ്യ എന്ന് വെച്ചാൽ സേവിക്കുന്ന ഭൃത്യരുടെ സംഘടന എന്നായിരുന്നു. അവിടെയാണ് മന്നത്തു പത്മനാഭൻ ആ കിണ്ടിയും തോർത്തുമെടുത്തെറിയൂ, ഇനി ഒരു ബ്രാഹ്മണനും ഒരു പെൺകുട്ടിയെയും ഉപയോഗിക്കാൻ പാടില്ല എന്ന കാർക്കശ്യത്തോടു കൂടിയുള്ള ഒരു സമീപനം സ്വീകരിച്ചത് കൊണ്ടാണ് ഞാനടങ്ങുന്ന പെൺകുട്ടികൾക്ക് മനസ്സമാധാനത്തോടെ വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ദിലീപ് മികച്ച വ്യക്തിത്വങ്ങളെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുധാ സുരേഷ്, PS ശ്രീലത, S ജ്യോതിമോൾ, K കമലമ്മ, സുനിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ KG രാജേശ്വരിക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നന്നായത്. ഇവിടെ അതിന് ഗോകുലം ഗോപാലനോ സുകുമാരൻ നായർക്കോ എന്നോട് ബുദ്ധിമുട്ട് തോന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സന്തോഷ് കുമാർ, സന്തോഷ് കുമാർ, സന്തോഷ് കുമാർ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, 2 കുട്ടികളുടെ പിതാവാണ്, ഭാര്യ ടീച്ചറാണ്, ജീവിതം സുഖകരവുമാണ്, സുഖകരവുമാണ്. ഞാനത് പരിശോധിച്ച സമയത്താണ് ഒരു പൂവൻ വാഴ, പൂവൻ എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ തോന്നുന്നത് സാധാരണ കോഴികളിലാണ് നമ്മൾ പൂവൻ എന്ന് കേട്ടിട്ടുള്ളത്. ഈ പഴം മനുഷ്യന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവൻ ഉണ്ടാക്കുന്ന വികാരം എന്താണ് എന്ന് നമ്മുടെ പൗരാണികമായ കേരളത്തിന്റെ വാർഷിക പാരമ്പര്യത്തിൽ ഊന്നി നാം സംസാരിക്കുമ്പോൾ ഏറ്റവും മഹത്തരമായ ഒരു വഴിയാണ് ഈ ചെല്ലപ്പഞ്ചാട്ടം ചെയ്തതെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട്. ആഗോളവൽക്കരണം എന്നൊക്കെ പറഞ്ഞാല് നിസ്സാരപ്പെട്ട മാറ്റങ്ങളൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ജോലിക്ക് വേണ്ടിയിട്ട് ജോബ് മൈഗ്രേഷന്റെ ഒക്കെ ഭാഗമായിട്ട് കുറെ അധികം സ്ത്രീകൾ ഇപ്പൊ വിദേശത്തേക്കൊക്കെ പോകുന്നുണ്ട്. അത് കാണാതെ എന്തെങ്കിലും കാണാനുള്ള കൗതുകം കൊണ്ടുപോയതായിരിക്കും. മാറ്റച്ചെടികൾ ചോദിച്ചപ്പോ LKG സെന്ററിൽ വെച്ച് മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞു നാടല്ലോ. ഇപ്പൊ പുതിയ വാർത്ത വന്നിരിക്കുന്നത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലേ, ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാടിന്റെ വിഷയങ്ങളാണ്. ഇതൊന്നും കൊണ്ടും ഞങ്ങളെ തോപ്പിക്കാനാവില്ല. നിങ്ങൾക്ക് ഈ ചന്തുവിനെ കുറിച്ചൊരു ചുക്കും അറിയില്ല എന്ന് ഭയങ്കര വിലപരിപ്പ് ഇപ്പൊ ഞാൻ കേൾക്കുന്നു. ഞാൻ ഇനി അത് പാവലും പയ്യനും പലവരും കണ്ടുക്കുമ്പോൾ ഇന്നെ വിലപരിക്കും ഫോട്ടോ ആധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിന്റെ നിങ്ങൾ പറഞ്ഞ വ്യക്തതയില്ല, നിങ്ങൾ പറഞ്ഞ വ്യക്തതയില്ലാതെ ചന്ദ്രോദയത്തിൻ്റെ
പട്ടി നിന്റെ എവിടെയാ എങ്ങനെയാ കടിച്ചതെന്ന് എന്നോട് തമരുൾ ചെയ്തെന്റെ കേശവ എന്തോ ഞാൻ ഇന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ നമ്മുടെ ദാക്ഷായിയുടെ പറ്റി വന്നെ ദേഹമാസകലം കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ